നിയമസഭയിൽ ആരോഗ്യരംഗത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ കടുത്ത വാക്പോരും നാടകീയ രംഗങ്ങളുമാണ് അരങ്ങേറുന്നത്. 16ാം കേരള നിയമസഭയുടെ ആദ്യ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ദിനത്തിൽ ഇടതുപക്ഷ മുന്നണിയും UDF സഭയും തമ്മിൽ നേർക്കുനേർ പോരാടുന്ന കാഴ്ചയാണ് സഭ സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തുന്ന പകർച്ചവ്യാധികളെയും നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളെയും മുൻനിർത്തി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സഭയ്ക്കുള്ളിൽ വലിയ രാഷ്ട്രീയ യുദ്ധത്തിനാണ് വഴി തുറന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം അധികാരമേറ്റ് കേവലം 35 ദിവസങ്ങൾ മാത്രം പിന്നിട്ട പുതിയ UDF സർക്കാരിന്റെ തുടക്കത്തിലെ പ്രതിരോധത്തിലാക്കുക എന്ന കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് പ്രതിപക്ഷ നിര സഭയിലേക്ക് എത്തുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മരുമകനും ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമായ മുഹമ്മദ് റിയാസാണ് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഈ നിർണായകമായ അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ അവതരിപ്പിച്ചത്. മുൻകൂട്ടി തയ്യാറാക്കിയ ദീർഘമായ പ്രസംഗവുമായി ഏകദേശം 15 മിനിറ്റോളം സഭയെ നിശബ്ദമാക്കിക്കൊണ്ട് റിയാസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. സർ, മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായിരുന്നു. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിന്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൻ്റെതായിരുന്നു. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള, എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നെൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെ മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി എബോളയെക്കുറിച്ച് പറഞ്ഞു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എബോളയുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ ഭയം എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ 35 ദിവസത്തെ അനുഭവം അതാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. സാർ, സംസ്ഥാനത്ത് ജൂൺ 1 മുതൽ 19 വരെ 87 മരണം പകർച്ചവ്യാധികൾ ബാധിച്ച് ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയ മുൻ LDF സർക്കാരിന്റെ കാലത്ത് കെട്ടിപ്പടുത്ത ആരോഗ്യരംഗത്തെ കേരള മോഡൽ ഈ 35 ദിവസത്തെ ഭരണം കൊണ്ട് പുതിയ UDF സർക്കാർ പൂർണ്ണമായി അട്ടിമറിക്കുകയാണെന്ന് റിയാസ് ആരോപിച്ചു. ഇത് വെറുമൊരു രാഷ്ട്രീയ ആരോപണമല്ലെന്നും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഇതേ ഭയത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിപ്പ വൈറസ് പോലുള്ള അതീവ മാരക രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ഉൾപ്പെടെയുള്ള മലബാറിലെ 4 പ്രധാന ജില്ലകളിൽ നിലവിൽ ഒരു ജില്ലാ മെഡിക്കൽ ഓഫീസർ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ആരോഗ്യവകുപ്പ് നാഥനില്ലാത്ത കളരിയായി മാറിയിരിക്കുന്നു. സാധാരണഗതിയിൽ മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നടക്കേണ്ട മുൻകരുതലുകളോ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളോ ഈ സർക്കാർ നടത്തിയിട്ടില്ല. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളെ പൂർണ്ണമായി അകറ്റി നിർത്തി സംവിധാനങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ കേന്ദ്രീകൃതമായി മാറ്റിയതാണ് രോഗവ്യാപനം ഇത്രമേൽ ശക്തമാകാൻ കാരണം. നിപ്പ സ്ഥിരീകരിച്ച് 5ാം ദിവസമാണ് രോഗിക്ക് ആവശ്യമായ കൃത്യമായ മരുന്നുകൾ എത്തിക്കാൻ കഴിഞ്ഞതെന്നും ട്രഷറി ബെഞ്ചിൽ 101 പേരുടെ ഭൂരിപക്ഷം ഉണ്ട് എന്നതുകൊണ്ട് നിയമസഭയിൽ ജനകീയ പ്രതിരോധത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്നും റിയാസ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ കനത്ത കടന്നാക്രമണത്തിന് മുന്നിൽ ഒട്ടും പതറാതെ അതിശക്തവും അത്രമേൽ മൂർച്ചയേറിയതുമായ തിരിച്ചടിയാണ് ഭരണപക്ഷത്തു നിന്നും ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ നൽകിയത്. മുഹമ്മദ് റിയാസ് ഉന്നയിച്ച 15 മിനിറ്റിലെ ഓരോ ആരോപണങ്ങൾക്കും കേവലം 5 മിനിറ്റ് നീണ്ട പ്രസംഗത്തിലൂടെ മന്ത്രി കൃത്യമായ മറുപടി നൽകി പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ചു. ഭീകരമായിട്ടുള്ള അന്തരീക്ഷവും കേരളത്തിലില്ല, ആരോഗ്യവകുപ്പിലും ഇല്ല. പിന്നെ സാർ, ആരോഗ്യവകുപ്പിൽ നിന്ന് ആകെ നേരിടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ റീൽസും അവസാനത്തെ 5 വർഷത്തെ വീണ വീട്ടലുമായിരുന്നു സാർ ആരോഗ്യവകുപ്പുണ്ടായ ഏതൊരു പ്രശ്നം. എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് ഉടനെ തന്നെ അന്വേഷിച്ച് അതിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്.
കേരളത്തിൽ പ്രതിപക്ഷം ബോധപൂർവം പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള യാതൊരുവിധ ഭീകരാന്തരീക്ഷവും നിലവിലില്ലെന്നും മന്ത്രി ആവർത്തിച്ചു. കഴിഞ്ഞ 10 വർഷകാലത്തെ സോഷ്യൽ മീഡിയ റീൽസ് ഭരണവും അവസാനത്തെ 5 വർഷത്തെ വെറും വീണമീട്ടലുമായിരുന്നു ആരോഗ്യവകുപ്പ് നേരിട്ട യഥാർത്ഥ തകർച്ചയെന്നും മുൻ LDF സർക്കാരിന്റെ PR അഭ്യാസങ്ങളെ പരിഹസിച്ചുകൊണ്ട് മുരളീധരൻ തിരിച്ചടിച്ചു. നിപ്പ പ്രതിരോധത്തിൽ വീഴ്ച വരുത്തിയെന്ന ആരോപണത്തെ കൃത്യമായ മെഡിക്കൽ റെക്കോർഡുകൾ നിരത്തിയാണ് മന്ത്രി പ്രതിരോധിച്ചത്. പ്രതിപക്ഷം ഉന്നയിച്ച റെംഡെസിവിർ എന്ന മരുന്നിന്റെ കാര്യത്തിൽ മുൻ LDF സർക്കാരിന്റെ കാലം തൊട്ട് ഈ മരുന്ന് വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ കൂട്ടാക്കിയിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരം മന്ത്രി സഭയിൽ വെളിപ്പെടുത്തി. എന്നിട്ടും രോഗിക്ക് അടിയന്തരമായി മരുന്ന് ലഭിക്കാൻ വെറും 24 മണിക്കൂറിനുള്ളിൽ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി വഴി ആ മരുന്ന് കണ്ണൂരിൽ എത്തിച്ച് കൃത്യസമയത്ത് ആദ്യ ഡോസ് നൽകാൻ ഈ പുതിയ UDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ വൈകിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ കുന്തമുന പ്രതിപക്ഷത്തിന് നേരെ തന്നെ തിരിച്ചു വച്ചുകൊണ്ട് ഇത്തരം മുൻകരുതലുകൾ യഥാർത്ഥത്തിൽ ആരംഭിക്കേണ്ടത് ഫെബ്രുവരി മാസത്തിലാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഫെബ്രുവരിയിൽ ആരായിരുന്നു കേരളത്തിലെ ആരോഗ്യമന്ത്രിയെന്ന് പ്രതിപക്ഷം ആലോചിക്കണം. ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ മുൻ LDF സർക്കാർ യാതൊരുവിധ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളോ മഴക്കാല ശുചീകരണങ്ങളോ നടത്തിയിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ മെയ് മാസത്തിൽ തങ്ങൾ അധികാരമേൽക്കുമ്പോഴും രോഗം സംസ്ഥാനത്ത് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ആ വ്യാപനത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പുതിയ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് 2018 നിപ്പ ബാധിച്ച് സംസ്ഥാനത്ത് 16ഓളം പേർ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോൾ ഇല്ലാത്ത ഭീതിയാണ് ഇപ്പോൾ വെറും ഒരു രോഗി വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ പ്രതിപക്ഷം ജനങ്ങൾക്കിടയിൽ പരത്താൻ ശ്രമിക്കുന്നത്. ഭരണം മാറിയതറിയാതെ ഇപ്പോഴും പഴയ സർക്കാരിനോട് കൂറു പുലർത്തുകയും ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥരെ ഭാവിയുടെ സുരക്ഷ മുൻനിർത്തി കസേര മാറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിലും സിസ്റ്റത്തോട് സഹകരിക്കാത്തവർക്കെതിരെ ഇത്തരം നടപടികൾ തുടർന്നും ഉണ്ടാകുമെന്നും മന്ത്രി കർശന മുന്നറിയിപ്പ് നൽകി. തകർന്നു കിടന്ന ഒരു വലിയ ആരോഗ്യ സംവിധാനത്തെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അതിന് കരുത്തായി ഒരു മുഖ്യമന്ത്രിയുടെ പിന്തുണയുണ്ടെന്നും വ്യക്തമാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ സഭ നിർത്തിവെച്ച് ഇത് അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ സഭയിലെ പോരാട്ടത്തിന് താൽക്കാലിക വിരാമമായി. അധികാര കൈമാറ്റത്തിന് തൊട്ടു പിന്നാലെ ആരോഗ്യരംഗത്തെ ചൊല്ലി നിയമസഭയിൽ ഉയർന്ന ഈ തർക്കം ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള വരുംകാല പോരാട്ടങ്ങളുടെ വെറുമൊരു സാമ്പിൾ മാത്രമാണ്. മുൻ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ നിരത്തി മന്ത്രി K മുരളീധരൻ നടത്തിയ പ്രതിരോധം വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മിറർ.